സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവം ഇന്ന് ആഗോള സഭയിലെ വിശുദ്ധ കുർബാനയിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നാം നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാം. ഇന്ന് ഒന്നാമത്തെ വായന ദാനിയേലിന്റെ പുസ്തകത്തിൽ. നമുക്കറിയാം, ദാനിയേലിന്റെ കാലത്ത് നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേലിനെ കീഴടക്കിയിട്ട് പ്രവാസികളായിട്ട് അവരെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അവരെ പരിശീലിപ്പിച്ചുകൊണ്ട് രാജാവിന്റെ കീഴിൽ ഇവരെ ജോലിക്കാരായി നിയമിച്ചു, ദാനിയേലിനെയും ദാനിയേലിന്റെ കൂട്ടുകാരെയും. ഇപ്പൊ നമുക്കറിയാം, ഈ നെബൂഖദ്നേസർ രാജാവ് സ്വയം ദൈവമായിട്ട് തൻ്റെതായ ഒരു ബിംബം ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കണമെന്ന് പറയുന്ന ഒരു മേഖല. ഈ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞ മനോഭാവമുള്ള ഈ ഇസ്രായേൽ ജനം, അല്ലെങ്കിൽ ഈ 3 യുവാക്കള്, അവർ പറയാണ്, ഞങ്ങൾ ഒരു രീതിയിലും നീ ഉണ്ടാക്കിയ വിഗ്രഹത്തെ ആരാധിക്കുകയില്ല. അപ്പോൾ രാജാവ് കോപിച്ചുകൊണ്ട് ഇവരെ തീച്ചൂളയിലേക്ക് എറിയുന്ന സംഭവമാണെന്ന് ഒന്നാമത്തെ വായന ദാനിയേൽ 3. അവിടെ ആ തീജ്വാലയിലേക്ക് എറിയപ്പെടുമ്പോൾ അവര് ആ സഹനത്തിന് നടുവിലും ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ പരാതി പറയാതെ തങ്ങളുടെ സഹനങ്ങള് ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനവും അവിടുന്ന് എഴുതുന്നത് ദാനിയേൽ 3 കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ്, അവിടുന്ന് സ്തുത്യർഹനാണ്, അങ്ങയുടെ നാമം എന്നും മഹത്വപ്പെടട്ടെ. അവർ കുറെ സ്തുതിച്ച ദൈവത്തെ ആരാധിക്കുകയാണ്. തീച്ചൂളയിലേക്ക് എറിയപ്പെട്ടപ്പോഴും അവരെ കുറ്റം പറയുന്നില്ല. അവർ പറയാണ്, നമ്മളുടെ അവസ്ഥ അല്ലേ, നമ്മളുടെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് അതുപോലെയല്ലേ, നമ്മളുടെ സഭ പീഡിപ്പിക്കപ്പെടുന്നു, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ വിശുദ്ധ കുർബാന പോലും യഥാർത്ഥമായി അർപ്പിക്കാൻ പറ്റാതെ നമ്മൾ തിന്മയാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഏതാണ്ട് അവരും പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ക്രിസ്ത്യാനികളുടെ എണ്ണം ലോകത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് ഇപ്പം കണക്ക് പറയുന്നത്. അന്ന് യഹൂദരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പറയുകയാണ് ദാനിയേൽ 3:14, കർത്താവേ, ഞങ്ങൾ മറ്റേതൊരു ജനതയെക്കാളും എണ്ണത്തിൽ കുറവായി, ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങൾ ഇപ്പോഴിതാ ലോകത്തിൽ ഏറ്റവും നിന്ദ്യരായിരിക്കുന്നു. പക്ഷേ മുട്ടാടുകളും കാളകളും 10,000-കണക്കിന് ആടുകളും കൊണ്ടുള്ള ബലിയാൽ എന്ന പോലെ പശ്ചാത്താപ വിവശമായ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടി അങ്ങയെ സമീപിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ. ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബലി ഇങ്ങനെയാണ്. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ അനുഗമിക്കും, എന്തെന്നാൽ അങ്ങയെ ആശ്രയിക്കുന്ന ആരും ലജ്ജിക്കേണ്ടി വരികയില്ല. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ അനുഗമിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ മുഖം തേടുകയും ചെയ്യുന്നു. ഞങ്ങൾ ലജ്ജിക്കാൻ ഇടയാക്കരുതേ. ഈ നോമ്പിലൂടെ നാം കടന്നുപോയപ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കണമല്ലേ. നാം വഴിതെറ്റിപ്പോയെങ്കിൽ നാം തിരികെ വരികയാണ്. ഞങ്ങളിതാ പൂർണ്ണ ഹൃദയത്തോടെയും അങ്ങയെ തേടും, മറ്റൊന്നിലും ആശ്രയിക്കുവാൻ നമുക്കില്ല എന്ന്. ഇന്ന് അറ്റ്ലാന്റയിൽ നിന്നും ജോർജിയ സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ സാലി പയസ് സംഗീതം 121 നമ്മളെ ഓർപ്പിച്ച ആയത്തെ വരുന്ന, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അതെ, ഈ 3 യുവാക്കളുടെ കാഴ്ചപ്പാട് തന്നെയാണ്. അതെ, ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല രാജാവേ, ഞങ്ങൾ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്, ഞങ്ങളുടെ സഹായം ദൈവത്തിൽ നിന്ന് വരുമെന്ന് അവർ ഹൃദയത്തിൽ ഉറപ്പിച്ച്, ഞങ്ങളുടെ തന്നെ കുഴപ്പം കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്, എന്താണെങ്കിൽ ഞങ്ങൾ ദൈവത്തെ അല്ലാതെ നിന്നെ സ്തുതിക്കുകയില്ല, നിന്റെ ഈ വിഗ്രഹത്തെ ആരാധിക്കുകയില്ല എന്ന്. അവിടെ നമുക്കറിയാം സങ്കീർത്തനം 23, അതായത് ഏത് സഹനത്തിന് നടുവിലും നാം ദൈവത്തെ ഏറ്റുപറയുമ്പോൾ, സങ്കീർത്തനം 22:3, ഇസ്രായേലിന്റെ പരിശുദ്ധൻ അവരുടെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നതാണ്. ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവം അവരുടെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. തീച്ചൂളിലേക്ക് എറിയപ്പെട്ട ഈ യുവാക്കളുടെ ഹൃദയത്തിൽ ദൈവത്തെ പുകഴ്ത്തുകയാണ്.
എന്നുള്ള ചിന്തിച്ച പോലെ സ്തുതിപ്പ് എന്ന് പറഞ്ഞ ദൈവം നല്ലവനാണെന്നാണ്. അവരിതാണ് പറഞ്ഞത്, ഞങ്ങളുടെ തന്നെ കുഴപ്പങ്ങൾ, ദൈവമേ നീ നല്ലവനാണ്, നിന്നിൽ മാത്രമാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഒന്നാമത്തെ കൽപ്പന ഇതാണല്ലോ. ഈ നോമ്പിലൂടെ കടന്നുപോയപ്പോൾ നാം ധ്യാനത്തിലൊക്കെ പലപ്പോഴും ചിന്തിച്ചു കാണും ദൈവത്തിന്റെ കൽപ്പനകൾ. പുറപ്പാട് പുസ്തകം 20 ദൈവമായ കർത്താവ് മോശയിലൂടെ കൊടുത്ത 10 പ്രമാണങ്ങൾ. ഒന്നാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലുള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുമായ ദൈവമാണ്. രണ്ടാമത്തെ കൽപ്പന, നിന്റെ കർത്താവിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. അതും പുറപ്പാട് 20 മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ കൽപ്പന, 10 കൽപ്പനയില് ഇതാ, ശാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണം. പുറപ്പാട് 20:13 പറയുന്നുണ്ട്, നിനക്ക് ദീർഘകാലം, 4-ാമത്തെ കൽപ്പനയാണ്, നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ട നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരെ വ്യാജസാക്ഷ്യം നൽകരുത്, അയൽക്കാരന്റെ ഭവനം മോഹിക്കരുത്, അയൽക്കാരന്റെ ഭാര്യയോ ദാസനെയോ ദാസിയോ കാളയോ കഴുതയോ അവന്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത്. 10 കൽപ്പനകൾ അവിടെയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം 1-ാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ വേറെ ഒരു ദൈവമില്ല. ഇപ്പൊ നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയ തൻ്റെതായ പ്രതിമ വിഗ്രഹം അതൊന്നും ദൈവമല്ല. നല്ല പൂർണ്ണ ഹൃദയത്തോടെയാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവര് മരിക്കാനും തയ്യാറായി ദൈവത്തെ സ്തുതിക്കുന്ന ആ 3 യുവാക്കളും. നമുക്കറിയാം, അവിടെ സംഗീതത്തിന് 22:3 നിറവേറാണ്. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്തുതിക്കുന്ന ഒരു ഹൃദയത്തിലേക്ക്, ആത്മാവിലേക്ക് ദൈവം തന്നെ ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവ് തന്നെ ഇറങ്ങി വരികയാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, കുറെ കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നവർ. നെബൂഖദ്നേസർ രാജാവ് പരിഭ്രമിച്ച് പെടഞ്ഞെഴുന്നേറ്റ്, ഇത് വായനയുടെ ഭാഗമാണ്, തീജ്വാലയിലേക്ക് നോക്കുമ്പോൾ അവിടെ 3 പേരെയാണ് എറിഞ്ഞത്. ഇപ്പോൾ 4ാമത് ഒരാൾ കൂടി അവരുടെ കൂടെ നിൽക്കുന്നു. അവനെ കണ്ടാൽ രാജകുമാരനെ പോലെ ഇരിക്കുന്നു എന്നാണ് നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞത്. രാജാവ് പരിഭ്രമിച്ചിട്ട് പറഞ്ഞു, അവരെ പുറത്തിറക്കി കൊണ്ടുവരിക. അപ്പൊ ഈ 3 യുവാക്കൾ പുറത്തിറങ്ങിയപ്പോൾ 3 പേരേ ഉള്ളൂ. പക്ഷെ അവരുടെ വസ്ത്രത്തിനോ അവരുടെ എന്തെങ്കിലും ഒരു പൊള്ളൽ പോലും ഏറ്റില്ല. ഇസ്രായേലിന്റെ ദൈവം, ഞാൻ പറയും കർത്താവായ യേശു ക്രിസ്തു തന്നെ, ആ സംഗീതത്തിന് 22:3 ദൈവവചനം നിറവേറിക്കൊണ്ട് ഇസ്രായേലിന്റെ പരിശുദ്ധൻ അവരെ തീജ്വാലയിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവിടേക്ക് ദൈവം ഇറങ്ങി വന്നുകൊണ്ട് ആ തീജ്വാലയെ ആട്ടിയകറ്റി അവർക്ക് സുരക്ഷിതമായ സങ്കേതം നൽകിയ ഒരു അനുഭവം. അപ്പൊ രാജാവ് മനഃശാന്തരപ്പെട്ടു. രാജാവ് പറയാണ്, ഇനി ഞാനുള്ള ഇസ്രായേൽ ഇവരെ ആരാധിക്കുന്ന ആ ദൈവം, തീച്ചുകളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന ആ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിക്കുകയാണ്, സ്വീകരിക്കുകയാണ്, വിളംബരം ചെയ്യാണ്. ഈ ഇസ്രായേലിന്റെ ദൈവമല്ലാതെ വേറൊരു ദൈവം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ, ഇതുപോലെ ദൈവകൃപ നമ്മളിലൂടെ അനേകർക്ക് വെളിപ്പെടാനുള്ള, നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തികൾ 16 പൗലോസും ശീലാസും ഒരു അടിമ പെൺകുട്ടിയെ പൈശാചികമെന്ന് മോചിപ്പിച്ചതിനൊരു പ്രതിഫലം അവർക്ക് കിട്ടിയത്. അവർ അടികളേറ്റ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു, കയ്യും കാലും ആമത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ അവരെയും പറയാണ്, അവർ അർദ്ധരാത്രി എടുത്തപ്പോൾ പൗലോസും ശീലാസും അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നുവെന്ന്. അവിടെയും സംഗീതത്തിന് 22:3 നിറവേറി. ഇസ്രായേലിന്റെ പരിശുദ്ധൻ അവരുടെ സ്തുതിയുടെ സിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദൈവമായ കർത്താവ്, ഇസ്രായേലിന്റെ ദൈവം ആ ജയിലിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമുക്കറിയാം അവിടെ വലിയൊരു സംഭവം ഉണ്ടായി, ഒരു ഭൂകമ്പം ഉണ്ടായി. അവിടെ കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, എല്ലാവരുടെയും കയ്യിലെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. പക്ഷേ മാനസാന്തരത്തിന്റെ വലിയ കൃപ നിറഞ്ഞ അവിടെ ജയിലിലുണ്ടായിരുന്ന ആരും ഓടിപ്പോയില്ല. ഈ ജയിൽ വാർഡൻ വിചാരിച്ചു എല്ലാവരും രക്ഷപ്പെട്ട് കരുതിയെന്ന്. നാളെ ജയിൽവാസികളൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഈ ജയിൽ വാർഡിന് മരണം, അധികാരികൾ ഇയാളെ കൊല്ലും. പക്ഷെ അതുകൊണ്ട് അയാള് സ്വയം, എല്ലാവരും രക്ഷപ്പെട്ട് കാണിപ്പോൾ സ്വയം മരിക്കാനായി വാളെടുത്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പൗലോസും മറ്റുള്ളവർ വിളിച്ചു പറയണ, സാഹസമൊന്നും അരുതേ, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. ആ ജയിൽ വാർഡൻ തന്നെ ഇവരെ, പൗലോസിനെയും ശീലാസിനെയും ബാക്കി ഉണ്ടായിരുന്നവരെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ, എന്നിട്ട് അവരോട് കർത്താവിൻ്റെ വചനമൊക്കെ പൗലോസും ശീലാസും പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, രക്ഷപ്രാപിക്കാൻ സഹോദരങ്ങളെ, രക്ഷപ്രാപിക്കാൻ യജമാനന്മാരെ എന്ന് അവരെ വിളിക്കുന്നു. പൗലോസും ശീലാസിനെ ഈ ജയിൽ വാർഡൻ വിളിക്കുകയാണ്, യജമാനന്മാരെ, രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന
കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ഇത് പ്രിയമുള്ളവരെ, നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിലും, ലോകത്തിൻ്റെ എന്തെങ്കിലും വിഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ധനമോ പണമോ സ്വർണമോ, അല്ലെങ്കിൽ ഈ ജോബിൻ്റെ പുസ്തകം വായിക്കും പറയുന്നത്, ഞാൻ എൻ്റെ മോഹം സ്വർണത്തിലായിരുന്നെങ്കിൽ, അല്ലെ എൻ്റെ ആഗ്രഹം ഈ ലോകത്തിൽ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ, നിന്നേക്കാൾ കൂടുതലായി ഞാൻ എന്തിലെങ്കിലും എൻ്റെ മനസ്സുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് കരുണയായിരിക്കണമേ. തീർച്ചയായിട്ടും ഈ നോമ്പിൽ നമ്മൾ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കുവാനുമായുള്ള ആ ഒരു അനുഭവത്തിലേക്ക് മടങ്ങി വരേണ്ടതാണ്. ദൈവം നമുക്ക് നൽകിയ ഈ നോമ്പ് കാലം ദൈവത്തിലേക്ക് തിരികെ വരാനും മടങ്ങി വരാനും. ഇന്ന് ഈശോ സുവിശേഷത്തില് യോഹന്നാൻ 8 കർത്താവ് പറയുകയാണ്, തന്നിൽ വിശ്വസിച്ച, യോഹന്നാൻ 8:31 എന്താ വായന സുവിശേഷം, തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും, വചനമാണ് സത്യം അറിയുക, അവിടുത്തെ വചനമാണ് സത്യം എന്ന് ഈശോ പറഞ്ഞു. യോഹന്നാൻ 17 ഈശോ പറയാണ്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈശോ പറയാണ്, എൻ്റെ വചനം പാലിക്കാത്തവനിൽ അവനിൽ സത്യമില്ല, അവനിൽ തിന്മയാണ് വസിക്കുന്നത്. ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ദൈവമാണ് വസിക്കുന്നത്. ദൈവത്തെ നിരന്തരം സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാളുടെ ആത്മാവില് ദൈവമാണ്, പരിശുദ്ധ ആത്മാവാണ് വസിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തിന്മയാണ് വസിക്കുന്നത്. ഈശോ പറയാണ്, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതാണ് പൗലോസ് പറഞ്ഞു റോമർ 8:14, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന പുത്രനായ യേശു ക്രിസ്തുവിന്റെ ഉള്ളിലുള്ള ആത്മാവിനെ തന്നെയാണ്, ആ ആത്മാവിനെയാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് മാമോദീസായിലൂടെ. ആ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലാണ് പുത്രൻ നിങ്ങളെ പുത്രനാകട്ടെ എക്കാലോ പിതാവിന് അല്ലെങ്കിൽ അപ്പനോടുകൂടെ ഭവനത്തിൽ എപ്പോഴും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ, യേശു ദൈവപുത്രൻ, അതുകൊണ്ട് യേശു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണെന്ന് എനിക്കറിയാം, എന്നിട്ട് നിങ്ങളെന്നെ കൊല്ലാൻ ആലോചിക്കുന്നു, കാരണം എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുന്നില്ല. ഈശോ ഇന്ന് യഹൂദരോട് പറയുകയാണ്, അവരുടെ ഹൃദയത്തിൽ ലോകമോഹങ്ങളായിരുന്നു, തിന്മയാണ് അവരുടെ, അതുകൊണ്ടാണ് യേശുവിനെ കൊല്ലാൻ. അഹങ്കാരവും അവരുടെ സ്ഥാനം പോകുമെന്നുള്ള ഭയമൊക്കെയാണ് യേശുവിനെ കൊല്ലാനായിട്ട് പ്രധാന പുരോഹിതൻ പോലും ദൈവത്തെ അറിയാതെ ഹൃദയം വ്യതിചലിച്ചു പോയിട്ടുള്ളതാണ്. ഇതാണ് ഈശോ അവർ ഓർപ്പിക്കുന്നത്. ഇന്ന് നമ്മളിന്ന് ചിന്തിച്ചു, ഹൃദയം 3 യുവാക്കൾ പറഞ്ഞതുപോലെ, എൻ്റെ ദൈവമേ, പശ്ചാത്താപവിശ്വമായ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ അങ്ങയെ സമീപിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ബലി ഇന്ന് ഇങ്ങനെയാണ്, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ അനുഗമിക്കും. അതെ, ഇന്ന് അറ്റ്ലാന്റിൽ സാലി ഓർപ്പിച്ചതുപോലെ, ദൈവമേ, ഞങ്ങൾ അങ്ങയെ തേടുന്നു. ഞങ്ങളുടെ സഹായം വേറൊന്നിൽ നിന്നുമല്ല, ഈ ഭൂമിയിൽ നിന്നുള്ള കരബലത്താലല്ല, സൈന്യബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണെന്ന് സക്രിയ പ്രവാചകൻ അരുളിച്ചത് ദൈവം. സങ്കീർത്തനം 121 പർവ്വതങ്ങളിലേക്ക്, ഉന്നതങ്ങളിലേക്ക്, ദൈവമേ അങ്ങയിലേക്ക്, പരിശുദ്ധിയിലേക്ക്, ഉന്നതങ്ങളിൽ പരിശുദ്ധിയിലായിരിക്കുന്ന അങ്ങയിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തുന്നു. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ദൈവമേ, അവിടുന്നാണ് ഞങ്ങളുടെ ആശ്രയം. പരിശുദ്ധ പരമ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.